അതിഷിയുടെ വിജയമെന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. അവർ ഒരു തരത്തിലും സംതൃപ്തരല്ല. പാർട്ടിയുടെ അണികൾ പ്രവർത്തകർ വലിയൊരു വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു. കാരണം പാർട്ടിയുടെ വൻമരം എന്ന് കരുതുന്ന പാർട്ടിയുടെ മുഖമാണ് തോറ്റ് പത്തി മടക്കിയിരിക്കുന്നത്. അത് അരവിന്ദ് കെജ്രിവാളാണ്. ഒപ്പം അദ്ദേഹത്തിനൊപ്പം കുടപിടിച്ച് നിന്ന നേതാക്കൾ എല്ലാവരും, സൗരഭ് ഭരദ്വാജ് ആണെങ്കിലും അതല്ല മനീഷ് സിസോദിയാണെങ്കിലും പരാജയപ്പെട്ടിരിക്കുന്നു. ഗ്രാസ് റൂട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി കളിച്ച അല്ലെങ്കിൽ പ്രചാരണം നടത്തിയ ആളുകളോട് ഇടപഴകിയിട്ടുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ഗോപാൽ റായ് മാത്രമാണ് വലിയ ഭൂരിപക്ഷത്തിൽ, ഏകദേശം 20,000-ൽ പരം ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് തന്നെ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നിലവിൽ കൺവീനർ പരാജയപ്പെട്ടിരുന്നു. ഡൽഹിയിൽ അടിത്തറയുള്ള ഒരു അവസ്ഥയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പഞ്ചാബിൽ ഇനി എങ്ങനെയായിരിക്കും പാർട്ടിയുടെ അവസ്ഥ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഭഗവന്ത് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയാണ് ആം ആദ്മി പാർട്ടിയുടെ. അദ്ദേഹം അടക്കം പലയിടങ്ങളിലും പല സീറ്റുകളും നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ വോട്ടിംഗ് വിഹിതം കഴിഞ്ഞ തവണത്തേക്കാൾ 4 നിന്നും നേരിയ വ്യത്യാസം മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പിന്റെയും BJPയുടെയും ഈ വോട്ട് വിഹിതത്തിൽ വലിയ കാര്യമായ ഒരു വ്യത്യാസം ഇല്ല എന്ന് പറയുമ്പോഴും എവിടെയാണ് പരാജയപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ? കാരണം ഈ പറഞ്ഞ പരാജയപ്പെട്ട പല മണ്ഡലങ്ങളിലെയും നേതാക്കന്മാരുടെ അവരുടെ നിലപാടുകൾ മണ്ഡലത്തിലേക്ക് അവിടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. അതിഷിക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉള്ള സ്ഥലമാണ്. അതിഷിയുടെ വിജയം പോലും അങ്ങനെ കഷ്ടപ്പെട്ട് വിയർത്ത് കയറിയതാണ്. അപ്പോൾ ഈ കഷ്ടിച്ച് കയറിയത് അപ്പോൾ ഈ കോൺഗ്രസിന്റെ വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് ഈ സമയത്ത് പറയാൻ പറ്റുന്നു എന്നുള്ളതല്ല. എന്തായാലും അങ്ങനെ നിങ്ങൾ പരസ്പരം എതിർത്ത് നിന്ന് BJPക്ക് താളത്തിൽ വിജയം നൽകി എന്നുള്ള ആരോപണം സ്വാഭാവികമായി. കാരണം നമ്മൾ ഈ ന്യൂഡൽഹി തന്നെ നോക്കിക്കഴിഞ്ഞാൽ കെജ്രിവാളിന്റെ സീറ്റ്, കെജ്രിവാളിന്റെ പരാജയത്തിന്റെ ആ കണക്കും കോൺഗ്രസ് പിടിച്ച വോട്ട് കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വിജയിക്കുമായിരുന്നു. അങ്ങനെയും ഒരു നമുക്ക് പ്രഡിക്ഷൻ പറയാം. എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് പരാജയം ഏറ്റുവാങ്ങാനുള്ള കാരണങ്ങൾ എന്താണ്? ഈ കോൺഗ്രസ് ഒരു വോട്ട് കട്ടിംഗ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇതിനോടകം തന്നെ ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അത് ഇന്ത്യ സഖ്യത്തിനകത്ത് നിന്ന് തന്നെ ഒമർ അബ്ദുള്ള ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അണ്ണാ ഹസാരെ നടത്തുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഇന്ത്യ സഖ്യത്തിനും ഈ ഒത്തൊരുമയ്ക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, നേരിട്ടുള്ള ഫൈറ്റാണ്. നേരിട്ട് BJPയോട് പരാജയപ്പെട്ടു പോയി ആം ആദ്മി പാർട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. വികസനം എന്ന അല്ലെങ്കിൽ ഈ അഴിമതി എന്നുള്ള പ്ലാറ്റ്ഫോം കെട്ടിപ്പടുത്തുകൊണ്ട് അല്ലെങ്കിൽ അഴിമതി എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലേക്ക് കയറി വരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് പോയ ഒരു സാഹചര്യമുണ്ട്, അധികാരത്തിൽ നിന്നും പോയ ഒരു സാഹചര്യവും അവിടെ ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചെടുക്കുന്ന സാഹചര്യം. അതേ രീതിയിൽ തന്നെയാണ് 3 ടേമുകൾക്ക് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് പോകുന്നതും BJP കയറുന്നതും. അവിടെ അഴിമതി വലിയൊരു ഫാക്ടറാണ്. ഒപ്പം തന്നെ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJP ചെയ്തു കാണിച്ചത് ഇവിടെയും ചെയ്തു കാണിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ മടുത്തു ഡൽഹിക്കാർക്ക് എന്ന് തന്നെ പറഞ്ഞു വെക്കാൻ സാധിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ദയനീയമായിട്ടുള്ള പരാജയം. ആം ആദ്മി പാർട്ടിയുടെ